ചിറാപുഞ്ചി മഴയത്ത് എന്ന ഗാനത്തിലൂടെ ഇൻസ്റ്റഗ്രാം ട്രെൻഡിംഗ് ആയിട്ട് മാറി പിന്നീട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആരാധകരുള്ളൊരു ഗായകനുണ്ടെങ്കിൽ അത് ഹനാൻ ഷായാണ്. ഹനാൻ ഷായെ അറിയാത്ത സംഗീത പ്രേമികൾ ഉണ്ടാകില്ല. ഹനാൻ ഷായെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട്. ഹനാൻ ഷായുടെ ആരാധകരെന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടമാണ്, ഒരു വലിയ ജനക്കൂട്ടം ഹനാൻ ഷായുടെ ആരാധകനാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് ഹനാൻ ഷായുടെ ഒരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു. പറയാൻ വരുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എത്ര ദുരന്തങ്ങൾ ഫേസ് ചെയ്താലാണ് നമ്മളൊന്ന് പഠിക്കുക. 3000 പേർക്ക് മാത്രം അനുവാദമുള്ളൊരു പാസിൽ 10,000 പേരെ സംഘാടകർ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് ആ കാര്യം. പോലീസിൻ്റെ FIRലുള്ള കാര്യമാണ്. 3000 പേർക്ക് മാത്രമേ ഈ സദസ്സിൽ അനുവാദമുള്ളൂ. ടിക്കറ്റ് എടുത്ത് പരിപാടി നടത്തിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പോലീസുകാരെ ലാത്തി അടിച്ച് ഈ ടിക്കറ്റ് എടുത്ത ആളുകളെ ഓടിച്ചു വിടുന്ന കാഴ്ച. അത്രമാത്രം തിരക്കായിരുന്നു. 20 പേരോളം സ്വകാര്യ ആശുപത്രിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു. 20 പേർ. എത്രയധികം ജീവനുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കുട്ടികൾ, മുതിർന്നവർ, യൂത്ത്, അച്ഛനമ്മമാർ, എത്ര പേർ. നമ്മൾ എന്തുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇതുപോലുള്ള ആൾക്കൂട്ട ദുരന്തങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ പോലീസ് ലാത്തി വീശുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഈ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മൈതാനത്ത് വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ? ഇതുവരെ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ഒന്നും ആരോഗ്യനില ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആശ്വാസം, അല്ലാതെ വേറൊന്നും പറയാനില്ല. പക്ഷേ പോലീസ് ലാത്തി ഓടിക്കുമ്പോഴും പോലീസ് ഈ തിരക്ക് അനിയന്ത്രിതമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഹനാൻ ഷാ എന്ന ഗായകൻ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇതുപോലുള്ള റീലുകൾ അയാൾ റീഷെയർ ചെയ്ത് ഹനാൻ ഇഫക്റ്റ് എന്ന് പറയപ്പെടുന്ന ഈ സാധനം റീഷെയർ ചെയ്ത് ഞാൻ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനാണോ ഇത്? ചോദ്യം ഹനാൻ ഷായോടാണ്. താങ്കളൊരു സംഗീത നിശ്ചയം നടത്തുന്നു, താങ്കൾക്ക് താങ്കളുടെ ആരാധകരുണ്ടാവും, താങ്കൾ അത്രയധികം സ്നേഹിക്കുന്ന ആളുകളും ഉണ്ടാകും, അവർ താങ്കളെല്ലാം കാണാൻ വേണ്ടി എത്തുന്നതാണ്. താങ്കൾ ഒന്നാമത്തെ കാര്യം, താങ്കളും താങ്കളുടെ സംഘാടകരും ഈ നിയമത്തെ ലംഘിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ആളുകളെക്കാൾ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾ ശ്രമം നടത്തി, അത്രയധികം ടിക്കറ്റുകൾ നിങ്ങൾ വിറ്റു, അത്രയധികം ശ്രമങ്ങൾ നിങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഇത്ര വീമ്പിളക്കാൻ മാത്രം ഇതിലെന്തായിരിക്കുന്നത്? നിങ്ങൾ ജീവൻ വെച്ചാണോ കളിക്കുന്നത്? ഇത് വീണ്ടും വീണ്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഗായകൻ എന്ന രീതിയിൽ ഈ റീലുകൾ നിങ്ങൾ റീഷെയർ ചെയ്യാറാണ്. ഹനാൻ ഇഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ഹനാൻ ഷായെയാണ് അതിനകത്ത് കാണാൻ സാധിച്ചത്. ഇതിനകത്ത് ആനന്ദം കണ്ടെത്താൻ എന്തായിരിക്കുന്നത് മാഷേ? നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധക കൂട്ടത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടാകാം, നിങ്ങൾക്ക് മതിപ്പുണ്ടാകാം. അവരുടെ ഓരോരുത്തരുടെയും ജീവനും നിങ്ങളുടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദികളാണ്. കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് എന്ന നടൻ ഉണ്ടാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അദ്ദേഹം എന്തുമാത്രം പടുകുഴിയിലേക്ക് മാനസികമായി അദ്ദേഹം തകർന്നു എന്നതിൻ്റെ കാഴ്ച നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഒരു വീഡിയോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനൊരു സ്റ്റാമ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളുമാണ് പിന്നീട് ഇന്ത്യ ഒട്ടാകെ കാണുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കപ്പുമായി മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ, കപ്പ് നേടിയതിനു ശേഷം അവരൊരു റോഡ് ടൂർ നടന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ഇതേ സ്റ്റാമ്പ് കണ്ടതല്ലേ? വിജയുടെ കരൂർ ദുരന്തത്തിന് ശേഷം നമ്മൾ ഇതേ സ്റ്റാമ്പ് കണ്ടതല്ലേ? അന്ന് ഇവരെയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന മലയാളികൾ തന്നെയാണ് ഇതുപോലൊരു സ്റ്റാമ്പേഡിലേക്ക് വഴിവെച്ചതെന്ന കാര്യത്തിലും കൂടി നമ്മൾ ഓർക്കണം. 20 പേരോളമാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ആശുപത്രിയിൽ കഴിഞ്ഞത്. അവരുടെ ജീവൻ നിങ്ങൾക്ക് വെറുമൊരു കളിപ്പാട്ടമാണോ? അത് ജീവനല്ലേ? അതിനെ വീമ്പിളക്കാനും അത് എന്തോ വലിയ സംഭവമാണ്, എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ആളുകൾ വന്നത്, ഞാനൊരു കില്ലാടി തന്നെ, ഞാനൊരു സംഭവം തന്നെ എന്ന് പറഞ്ഞ് റീഷെയർ ചെയ്യേണ്ട ആവശ്യം എന്താണ് ഹനാൻ ഷാ? ഇതാണ് ചോദ്യം. ഹനാൻ ഷായുടെ ഈ റീഷെയറിംഗ് പോസ്റ്റ് വളരെയധികം വൈറലായി മാറുകയാണ്, ട്രോളുകളിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളതിലും തർക്കമൊന്നുമില്ല. എന്നാലും ഹനാൻ ഷായുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആ പോസ്റ്റിലേക്ക് പോകാം. ഉച്ച മുതൽ തന്നെ ധാരാളം ആളുകൾ പരിപാടിക്ക് എത്തിയിരുന്നു. എന്നാൽ ടിക്കറ്റ് എടുത്ത ഹാളിലുള്ളവരെക്കാൾ 2 ഇരട്ടിയോളം ആളുകൾ ടിക്കറ്റ് ഇല്ലാതെ പുറത്ത് തടിച്ചുകൂടി. വേണ്ടുവോളം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സ്ഥലമില്ലാതിരിക്കുകയും പരിപാടി തുടർന്നാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്തതോടെ പോലീസുമായി സഹകരിച്ച് വളരെ കുറച്ച് പാട്ടുകൾ മാത്രം പാടി മടങ്ങേണ്ടി വന്നതായി ഹനാൻ വിശദീകരിച്ചു. കാസർഗോഡിൻ്റെ സ്നേഹം താൻ എന്നും ഓർമ്മിക്കുമെന്നും കൂടുതൽ സജ്ജമായ ഒരുക്കങ്ങളുള്ള ഒരു വേദിയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഹനാൻ ഈ പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയത്. എന്തായാലും ഇതിനുശേഷം ഒരു വലിയ പ്രതിഷേധം ഹനാൻ ഷാ എന്ന വ്യക്തിക്ക് നേരെയും ഈ സംഘാടനത്തിന് നേരെയും ഉയർന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പറഞ്ഞിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഒരു ആൾക്കൂട്ട ദുരന്തം ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിനനുസരിച്ചുള്ള ടിക്കറ്റുകൾ വിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചോദ്യം.
നമ്മുടെ മുന്നിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ ഉണ്ടായാൽ പോലും പാഠം പഠിക്കില്ല എന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത്? അങ്ങനെയുള്ള ദുരന്തത്തിലേക്ക് നയിക്കുമ്പോഴേക്കും അതിൽ ഉൾക്കൊണ്ട് അതിലകത്ത് ആഹ്ലാദം കണ്ടുപിടിക്കുന്ന ഹനാൻ ഷാ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരികയാണെങ്കിൽ ആർക്കെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഈ ഹനാൻ ഷാ വന്ന് മറുപടി പറയുമോ? എന്തിനാണ് ഇതുപോലുള്ള ആൾക്കൂട്ട ദുരന്തങ്ങൾ വരുത്തി വെക്കുന്നത്? നിങ്ങളുടെ ആരാധകരെ കുറച്ച് കാണുകയല്ല, കാസർഗോഡുള്ള സ്നേഹം ഒരിക്കലും മറച്ചു വെക്കുന്നതുമല്ല. പക്ഷേ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ, സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് പരിപാടികൾ നടത്തേണ്ടത് എന്ന് എത്ര വട്ടം പറയണം, എത്ര വട്ടം നമ്മൾ ഓർമ്മിപ്പിക്കണം അക്കാര്യങ്ങൾ. ഹനാൻ ഷായുടെ പരിപാടികൾ എത്രയോ വട്ടം പലയിടത്തായി കേരളത്തിലൊട്ടാകെ തന്നെ നടക്കുന്നുണ്ട്, ദുബായിൽ നടക്കുന്നുണ്ട്. എന്തോരം സ്നേഹങ്ങൾ ഹനാൻ ഷാ എന്ന വ്യക്തിക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. ഈ സ്നേഹത്തെയോ സന്തോഷത്തെയോ ഈ ആളുകളുടെ എക്സൈറ്റ്മെൻറ്റിനെയോ എൻ്റർടൈൻമെൻറ്റിനെയോ ഒന്നും കുറച്ച് കാണുന്നതല്ല. പക്ഷേ എന്തുകൊണ്ടാണ് സംഘാടകർക്ക് കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് അതിനുശേഷമുള്ള ആളുകൾ മാത്രം ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത്? ഇതാണ് ചോദ്യം. അല്ലാതെ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം വീണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ആ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്. ആ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. പോലീസിൻ്റെ സുരക്ഷ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, അതനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കണം. ഇത് എത്ര വട്ടം ഉണ്ടാകേണ്ട സാഹചര്യമാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നടക്കുമ്പോൾ ഇവിടെ നിന്ന് പുച്ഛിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കമൻറ്റുകളും പോസ്റ്റുകളും ഇടുന്ന ആളുകൾക്ക് ഇവിടെ അതേ നാട്ടിൽ വന്ന് നടക്കുമ്പോൾ അതൊക്കെ മറക്കുകയാണോ? ഇതൊക്കെ തന്നെയാണോ വീണ്ടും ആവർത്തിക്കുന്നത്? ഈ ചോദ്യങ്ങളല്ലേ വീണ്ടും ചോദിക്കപ്പെടുന്നത്? അപ്പോൾ ഇവിടെ സംഭവിക്കുമ്പോഴേക്കും ആളുകൾക്ക് ഭയങ്കരമായ രീതിയിൽ ലിറ്ററസി റേറ്റ് അല്ലേ, അവിടെ നടക്കുമ്പോഴേക്ക് താരാരാധന എന്ന് പറഞ്ഞ് കളിയാക്കി വിടുകയും ചെയ്യും. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. അങ്ങനെയുള്ള ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ 20 പേർക്കെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമാണ്. പക്ഷേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഈ 20 പേരുടെ ജീവന് ആദ്യ സംരക്ഷണം പറയും? ആര് ചോദ്യം ചെയ്യും? അല്ലെങ്കിൽ അവരുടെ കൂടെ ആര് നിൽക്കും? ഈ ചോദ്യം സ്വാഭാവികമല്ലേ? കുട്ടികൾ ഉൾപ്പെടെ അതിൽ അടിയേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ സാധാരണ ഈ ഹനാൻ ഷായുടെ ആരാധകർ എന്ന് പറയുന്നത് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ ആൾക്കൂട്ടമാണ്. ഈ ഹനാൻ ഷായുടെ പരിപാടി അത്രയധികം ഫേമസുമാണ് കേട്ടോ. 3 മില്യണോളമാണ് അദ്ദേഹത്തിൻ്റെ ആരാധക കൂട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വൈറൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ഫോളോവർ അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ഇൻഫ്ലുവൻസറാണ്, ഒരു പാട്ടുകാരനാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുക, ഈ സംഘാടകർ അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. ഇത് ഹനാൻ ഷായുടെ പരിപാടിക്ക് മാത്രമല്ല, ആരുടെ പരിപാടിക്കാണെങ്കിലും സംഘാടകർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക, സംഘാടകർ കൃത്യമായി നിയമാവലി പാലിക്കുക എന്നത് തന്നെയാണ് നമ്മളെ വീണ്ടും ഓരോന്ന് ഓർമ്മിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിനുള്ളിൽ ഭയമാണ്. കരൂരിൽ നടന്നതുപോലെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ജനക്കൂട്ടമാണ് അതിലുണ്ടാകുന്നത്. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് ഒരു മരണം പോലും ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത്. അതുപോലുള്ള ഈ ആൾക്കൂട്ട ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും തന്നെ വിചാരിച്ചേ മതിയാവുകയുള്ളൂ. എന്നാൽ മാത്രമേ ഇതുപോലുള്ള വരുത്തി വയ്ക്കുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ.